Hippopotamus. I want a hippopotamus for Christmas. Only a hippopotamus will do. Don't want it all. No dinky tinker toy. I want a hippopotamus to play with and enjoy. പരിചിതമായ ഒരു പദത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രത്യേകതകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തിരച്ചിൽ യന്ത്രം ജൂലി മോൾക്ക് അനായാസമായി എറിഞ്ഞുകൊടുത്തതാണ് 60 വർഷത്തോളം പഴക്കമുള്ള ഈ പോപ്പ് കഷ്ണം. ജോൺ റോക്സ് എഴുതി അക്കാലത്ത് ജനസമ്മതി നേടിയ ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന ഇത് ഗെയ്ല പി.വി. എന്ന 10 വയസ്സുകാരിയാണ് പാടിയിരിക്കുന്നതെന്ന് വിക്കിപീഡിയ അവൾക്ക് പറഞ്ഞു കൊടുത്തു. വിശുദ്ധമായൊരു താളത്തോടെ ക്രിസ്മസിൻ്റെ തണുപ്പ് ഉള്ളിൽ നിറച്ചു തരുന്ന തരളവും നിഷ്കളങ്കവുമായ ശബ്ദം ഒന്നുകൊണ്ട് മാത്രമല്ല അവളത് യൂട്യൂബിൽ തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നത്. കോറൽ പെയിൻറ്ററിൽ വരച്ചു തുടങ്ങിയ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ നിഗൂഢഭാവങ്ങൾക്ക് മേൽ ലയിപ്പിക്കാനുള്ള കൃത്യവും അനുയോജ്യവുമായ നിറങ്ങൾ അവൾക്ക് കണ്ടെത്തേണ്ടിയിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് ജൂലിമോൾ റോസ്വില്ലയിലെത്തിയിട്ട് ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞു. ആദ്യമായാണ് അവൾ ഒറ്റയ്ക്ക് ആകാശയാത്ര ചെയ്യുന്നത്. ചെക്ക് ഇൻ കഴിയുന്നതുവരെ എയർപോർട്ടിൽ അവളുടെ പപ്പ ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ മുത്തച്ഛനും. റോസ്വില്ലയിൽ മുത്തച്ഛനെ കൂടാതെ 1-2 വേലക്കാർ മാത്രമാണുള്ളത്. പേരക്കുട്ടിയുടെ വരവ് പ്രമാണിച്ച് അവൾക്ക് വേണ്ടതെല്ലാം ഒരു കുഗ്രാമത്തിൻ്റെ സൗകര്യങ്ങളുടെ പരിധിക്കപ്പുറമുള്ളതുവരെ മുത്തച്ഛൻ ഒരുക്കി വച്ചിരുന്നു. റേഞ്ച് തുടർച്ചയായി വിട്ടുപോയിക്കൊണ്ടിരുന്നതിനാൽ വലക്കണ്ണികളിൽ നിന്നിറങ്ങി സിസ്റ്റം ഡൗൺ ചെയ്ത് ജൂലിമോൾ മട്ടുപ്പാവിൽ വന്ന് നിന്ന് നോക്കുമ്പോൾ പടിഞ്ഞാറൻ കാറ്റിട്ട് തുള്ളുന്ന തെങ്ങോലകൾക്കപ്പുറം ഒരു വലിയ കെട്ടുവെള്ളം കായലിനെ അലോസരപ്പെടുത്താതെ എന്ന പോലെ ഒഴുകി നീങ്ങുന്ന കാഴ്ചയിൽ കണ്ണുകളുടക്കി. കമ്മ്യൂണിസ്റ്റ് പച്ചകൾ പടർന്നു നിൽക്കുന്ന ഇടവഴിയിലൂടെ മെല്ലെ നീങ്ങുന്ന രൂപം അവ്യക്തമെങ്കിലും രാഗിണിയുടേതെന്ന് ജൂലി തിരിച്ചറിഞ്ഞു. വെളിച്ചം ഓളങ്ങളിൽ തട്ടി മുഖത്ത് വന്നടിച്ചപ്പോൾ അവൾ കണ്ണുകളടച്ച് അതുവരെ കേട്ടുകൊണ്ടിരുന്ന പാട്ട് ഉറക്കെ പാടാൻ ശ്രമിച്ചു. പുതിയ കാല സ്പന്ദനങ്ങൾ കടന്നു വരാൻ മടിച്ചു നിന്ന ഗ്രാമത്തിലെ ഇടതൂർന്ന പച്ചപ്പുകൾക്കിടയിലൂടെ ആ പാട്ട് ഒരു തൂവൽ കണക്കെ പറന്നുപോയി. അലസമായി നടക്കുന്നതിനിടയിൽ രാഗിണിയും ഒരു സിനിമാ പാട്ട് മൂളുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടാവണം കൈതക്കാടുകൾക്കിടയിലേക്ക് ഒരു കുളക്കോഴി മിന്നി ഒളിച്ചു. ഒതളങ്ങികൾ വിളഞ്ഞു നിന്നിരുന്ന ഒരു കൊമ്പ് കാറ്റത്തൊടിഞ്ഞ് അലക്കുകല്ലിലേക്ക് വീണ് കിടന്നിരുന്നു. ഓളങ്ങളിൽ ചാഞ്ചാടി വെണ്മയാർന്ന ഒതളങ്ങികൾ വെയിലേറ്റ് മിന്നി. അലക്കാനുള്ള തുണി ഒതുക്കി വെച്ച് രാഗിണി പൊട്ടൻ്റെ തല ജലപ്പരപ്പിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നൊരു നോട്ടമെറിഞ്ഞു. രാഗിണി മാത്രമല്ല, കടവിൽ നനച്ചു കുളിക്കാനെത്തുന്ന എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ഒരു കണ്ണ് സൂക്ഷിക്കാറുണ്ട്. എത്ര ശ്രദ്ധ വെച്ചാലും അലക്കുകല്ലിലേക്ക് കുനിഞ്ഞു നിന്ന് തുണിയേറ്റുമ്പോൾ, ഓളങ്ങളിൽ മെല്ലെ മുങ്ങി നിവരുമ്പോൾ, കൈതപ്പൊന്തയുടെ മറ പിടിച്ച് ഈറൻ മാറുമ്പോൾ, ജലവിധാനത്തിൽ നിശബ്ദമായി ഉയർന്നു വന്നേക്കാവുന്ന 2 കണ്ണുകൾ ആർത്തിയോടെ കാഴ്ചകൾ പിടിച്ചെടുക്കുന്നുണ്ടാവും എന്നെല്ലാവർക്കും അറിയാം. ആട്ടിയോടിക്കാനുള്ള ധൈര്യമില്ലെങ്കിലും സ്വയം ഒളിപ്പിക്കാമല്ലോ എന്നൊരു ഉപാധിയുണ്ട്. എന്നാൽ തുടർച്ചയായി ഏറെ നേരം വെള്ളത്തിൽ കഴിയാൻ ഉശിരുള്ള പൊട്ടൻ എടുത്താൽ പൊങ്ങാത്ത ശരീരവും ആഴങ്ങളിൽ തെളിച്ചമുള്ള കണ്ണുകളുമായി ഒരു ജലജീവി എന്ന മട്ടിൽ ഊളിയിട്ട് നടക്കും. വെള്ളത്തിൽ കിടന്ന് അവൻ്റെ വെളുത്ത ശരീരത്തിന് ചോര ഈറ്റി നിൽക്കുന്നത് പോലെ ഇളം ചുവപ്പ് നിറം കൈവന്നിരുന്നു. ആ നിറത്തിൻ്റെ മിന്നലാട്ടങ്ങൾ പെണ്ണുങ്ങളുടെ ചലനങ്ങളെ കടവിൽ എപ്പോഴും ജാഗരൂകമാക്കി. ഒടിഞ്ഞു കിടന്ന കമ്പുകൾ എടുത്തു മാറ്റാൻ പ്രയാസപ്പെടുമ്പോൾ തിളങ്ങുന്ന മിഴികൾ കായൽപ്പരപ്പിൽ ഉയർന്നു വരുന്നത് രാഗിണി മനക്കണ്ണിൽ കണ്ടു. കണ്ണിനോ കാതിനോ നാവിനോ ഒരു പൊട്ടുമില്ലാത്ത പൊട്ടൻ, ആരെയും കുസാത്തവനെങ്കിലും ഒരുപക്ഷെ താനൊന്നും ഞൊടിച്ചാൽ പാഞ്ഞു വന്ന് അനുസരണയോടെ നിൽക്കുമെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഓളങ്ങളിൽ ദൂരെ ഒരു ചലനം കാണുമ്പോഴേക്കും എല്ലാം മറക്കും. ഇന്നലെ കമ്പോളത്തിൽ വെച്ച് മരച്ചീനി കച്ചവടം നടത്തുന്ന മാണിക്കൻ്റെ മുഖമിടിച്ച് തകർത്തത് എന്തിനാണെന്നറിഞ്ഞില്ല. എന്തിനായാലും മാണിക്കന് അത്യാവശ്യമായിരുന്നുവെന്ന് രാഗിണിക്ക് തോന്നി. മദ്യപിച്ചെന്ന് ചന്തയിൽ ബഹളമുണ്ടാക്കുന്ന അയാളുടെയും കൂട്ടരുടെയും റൗഡിത്തരങ്ങൾക്കെതിരെ ഒരാളെങ്കിലും പ്രതികരിക്കാനുണ്ടായല്ലോ. കരയിൽ നിൽക്കുമ്പോൾ പൊട്ടൻ എപ്പോഴും ചൂടുകൊണ്ട് പഴുക്കും. ചെറിയ പ്രകോപനങ്ങൾ മതി അവനിലെ മൃഗത്തിൻ്റെ മുരൾച്ച കേൾക്കാം. എന്നാലും ആരോടും കാരണമില്ലാതെ അതിക്രമം കാട്ടിയിരുന്നില്ല.
അലക്ക് കഴിഞ്ഞ് രാഗിണി അടിപ്പാവാട മാറിന് മുകളിൽ ഉയർത്തിക്കെട്ടി വെള്ളത്തിലേക്ക് ഊർന്നിറങ്ങി. 2 കൈകൾ കൊണ്ടും ഓളങ്ങളെ വകഞ്ഞു മാറ്റിവിട്ടു. മുതലങ്ങികൾ അവയുടെ വെണ്മയും ചന്തവും ഒന്നുമല്ലെന്നോർത്ത് നാണിച്ച് സ്വയം ദൂരേക്ക് തുഴഞ്ഞു. ആരോടും അടുപ്പം കാട്ടാത്തവനെങ്കിലും ചുവന്ന കണ്ണുകളിൽ നിന്ന് തുളഞ്ഞെത്തുന്ന നോട്ടം ഒരിക്കൽ പോലും അസ്വസ്ഥപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ടാവാം രാഗിണിക്ക് മറ്റുള്ളവർക്കുള്ളതുപോലെ പൊട്ടനെ ഭയമൊന്നുമായിരുന്നില്ല. അവൾക്ക് സത്യത്തിൽ വലിയ കൗതുകമായിരുന്നു. പട്ടണത്തിൽ അവൾ പഠിച്ച വിദ്യാനികേതൻ കോളേജിലെ അനിക്കുട്ടൻ മാഷ് പൊറ്റക്കാടിൻ്റെ കഥകൾ വായിച്ചപ്പോൾ ആഫ്രിക്കയിൽ എവിടെയോ കണ്ട ഹിപ്പപ്പൊട്ടാമസുകളെക്കുറിച്ച് പറഞ്ഞ കഥകൾ രാഗിണിയുടെ മനസ്സിൽ ഇപ്പോഴും തെളിമയാർന്നു നിന്നു. അതോർക്കുമ്പോൾ അവളുടെ ഉള്ളിൽ പൊട്ടൻ്റെ രൂപം ഓളങ്ങൾ ഇളക്കി ഉയർന്നു വരും. വെള്ളത്തിൽ വെച്ചാണ് അവ ഇണചേരുന്നതെന്നും പെൺഹിപ്പോകൾ ആഴങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ പെറ്റിടുമെന്നും കേട്ടത് അവൾ മറന്നില്ല. തീച്ചൂടുള്ള സ്വപ്നങ്ങളിൽ രാഗിണി നീന്തി തുടിച്ചു. കണ്ണുകളടച്ച് ഊളിയിട്ട് പുളഞ്ഞു നീങ്ങുമ്പോൾ പതുങ്ങി എത്തുന്ന സാന്നിധ്യത്തെ അവൾ വെറുതെ സങ്കല്പിച്ചു. മാംസളതയാൽ ചുറ്റിവരിയപ്പെടുമ്പോൾ 1000 കുതിരകളുടെ കിതപ്പുകൾ, ആവേഗം. ജലത്തിനടിയിലൂടെ ശരീരങ്ങൾ ഒരു പ്രാർത്ഥന പോലെ ഒഴുകണം. ചരാചരങ്ങളെല്ലാം അപ്പോൾ അഗാധമായ ഒരു ധ്യാനത്തിലമരും. എണ്ണിയാലൊടുങ്ങാത്ത കുഞ്ഞു കുഞ്ഞു പൂക്കളുമായി നിറച്ചെടികൾ വിളക്ക് തെളിയിച്ചു നിൽക്കുമ്പോൾ ആഴങ്ങളിൽ പുതഞ്ഞു കിടക്കുന്ന വെൺശംഖിലൂടെ ഒരു കാറ്റൂതി കടന്നു പോകും. ആ മുഴക്കത്തിൽ എല്ലാ പുൽക്കൊടികളും എല്ലാ മീനുകളും ജലത്തിൻ്റെ ഓരോ കണികയും വിറയാർന്ന ഒരു തുടുപ്പിൻ്റെ മിന്നൽ അനുഭവിക്കും. രാഗിണി പുളഞ്ഞു. പൊൻവെയിലിൽ അവൾ പുളകങ്ങളുടെ നീർക്കയങ്ങൾ നീന്തിക്കയറി. മീനുകളോടൊപ്പം ജലത്തിനടിയിൽ നിന്ന് 2 മിഴികൾ സുരഭിലമായ കാഴ്ച കണ്ടു. കുളിക്കടവിലെ ദൃശ്യങ്ങൾക്കായി എപ്പോഴും കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കാറുണ്ടെങ്കിലും പൊട്ടൻ ഇപ്പോൾ മറ്റു ചില ചിന്തകളാൽ ആകെ അസ്വസ്ഥനായിരുന്നു. കരയിൽ ഇന്നലെ അല്പനേരം ചെലവഴിച്ചതിൻ്റെ ചൂട് മാണിക്കിനിട്ട് തന്നെ തീർത്തതാണ്. എന്നിട്ടും ഉള്ളിലെ വിങ്ങൽ അടങ്ങുന്നില്ല. തന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും പൊട്ടൻ ശ്രദ്ധിക്കാറില്ല. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ സകല നിയന്ത്രണവും വിടും. മാണിക്കനെ അവിടെ വെച്ച് തന്നെ തീർക്കേണ്ടതായിരുന്നുവെന്ന് അവൻ പേർത്തും പല്ലുറമിക്കൊണ്ടിരുന്നു. പൊട്ടൻ്റെ ഭാവവ്യതിയാനങ്ങൾ ആ കായലിൽ അധിവസിക്കുന്ന എല്ലാ ജലജീവികളെയും ഒരേപോലെ ആശങ്കപ്പെടുത്തി. സ്വർണ്ണ നിറമുള്ള ചെറിയ കരപ്പള്ളത്തികൾ സമാധാനപ്പെടുത്താനെന്ന വണ്ണം ചുവന്ന ശരീരത്താകമാനം നീലിച്ചു കിടന്ന തണ്ടർപ്പുകളിൽ ചുണ്ടുരുമിക്കൊണ്ട് ഇത്ര നേരം അവനെ പൊതിഞ്ഞു നടക്കുകയായിരുന്നു. രാഗിണിയുടെ മെയ്ത്തിളക്കങ്ങൾ സാധാരണഗതിയിൽ അവനിലെ അസ്വസ്ഥതകളെ വേരോടെ പിഴുതെറിഞ്ഞ് തകർന്നുപോയ സന്തുലിതാവസ്ഥയെ താളക്രമത്തിലേക്ക് കൊണ്ടുവരാറുള്ളതാണ്. എന്നാലിപ്പോൾ ചുഴിയിലകപ്പെട്ടതുപോലെ അവൻ്റെ മനസ്സ് ഒന്നിലും ഉറയ്ക്കാതെ കറങ്ങി. തല കുടഞ്ഞുകൊണ്ട് ജലപാളികൾ ഭേദിക്കാനെന്ന പോലെ അവൻ ആഴങ്ങളിൽ കുതിച്ചു. വെള്ളത്തിൽ നിന്നും ഒരു പച്ചത്തവള കരയിലേക്ക് എടുത്തു ചാടി. നാശം! ചാട്ടം പിടിച്ച തവള സാലമ്മയുടെ കാൽപാദത്തിൽ നിന്നും തെറിച്ച് കൊന്നത്തെങ്ങിൻ്റെ പൊറ്റമേൽ ചെന്നിടിച്ച് വീണ് എളിഭ്യതയോടെ പമ്മിയിരുന്നു. ഓർക്കാപ്പുറത്ത് ഞെട്ടിയതിൻ്റെ ഈർഷ്യയിൽ സാലമ്മ വീണ്ടും കാലുകുടഞ്ഞു. അവർ മകനെ അന്വേഷിക്കാൻ ഇനി വെള്ളത്തിലൊരിടം ബാക്കിയില്ല. ചന്തയിൽ വെച്ച് മാണിക്കനെ കയ്യേറ്റം ചെയ്ത വാർത്ത ഇരുട്ടുവേലു എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. നാട്ടാരെയെല്ലാം വെറുപ്പിച്ച് ഒടുവിലിപ്പോൾ എന്തെങ്കിലും ഒരു സഹായത്തിന് ആരെയും കിട്ടാനില്ലാതാക്കി. കയറി വന്നപ്പോൾ കയ്യിൽ കിട്ടിയ പച്ചമടലെടുത്ത് പൊതിരെ തല്ലി. മിണ്ടാവുന്ന തല്ലുകൊണ്ടിട്ട് അനങ്ങാതെ ഇറങ്ങിപ്പോയി. ആദ്യമായിട്ടാണ് അവനെ ഇങ്ങനെ മേല് നോവിക്കുന്നത്. അപ്പോഴത്തെ ദേഷ്യത്തിന് നിലവിട്ട് തല്ലിയെങ്കിലും മതിയായ കാരണമില്ലാതെ അവൻ ആരോടും പ്രശ്നമുണ്ടാക്കില്ലെന്ന് സാലമ്മയ്ക്ക് നന്നായി അറിയാം. എന്തോ കാര്യമായ ഇടങ്ങേറുണ്ടായിട്ടുണ്ട്. മാണിക്കനുമായിട്ടാണ് വഴക്കുണ്ടായെന്നറിഞ്ഞപ്പോൾ മുതൽ പേടിച്ചു തുടങ്ങിയതാണ്. അയാൾ ഒരു കുഴപ്പക്കാരനാണ്, ചതിക്കും. എത്ര നേരം വെള്ളത്തിൽ കിടന്നാലും വിശപ്പ് മൂത്താൽ അവൻ ആ നിമിഷം വീട്ടിലെത്തുന്നതാണ്. രാത്രി വൈകാൻ കാക്കാറുമില്ല. ഓരോന്നോർത്ത് ആദ്യ വരുത്തപ്പോൾ സാലമ്മയ്ക്ക് ഇരിപ്പുറയ്ക്കാതായി. മാണിക്കനും അവൻ്റെ ആൾക്കാരും പൊന്നുമകനെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ തല്ലുകൊണ്ട് മനസ്സ് വിമ്മിട്ടപ്പെട്ട് അവൻ അമ്മയെ വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കളഞ്ഞോ എന്നെല്ലാം ഓർത്ത് അവരുടെ ഹൃദയം പെരുമ്പറ കൊട്ടി. കടവ് നീളെ വിളിച്ചുകൊണ്ട് നടന്നിട്ടും അവൻ്റെ തലവട്ടം ഇങ്ങ് കാണാനായതുമില്ല. ഡി രാഗിണി, നീ അവനെ ഇവിടെ എങ്ങാനും കണ്ടോ വെച്ചേ? ഇല്ലക്കാ, ഇന്നിവിടെ ഇങ്ങ് കണ്ടതേയില്ല. രാഗിണി ഈറൻമുടി ഉച്ചിയിലേക്ക് ഉയർത്തിക്കെട്ടി. അവളുടെ മറുപടി സാലമ്മയുടെ മനസ്സിനെ കുറെ കൂടി കലുഷിതമാക്കി. കായലോരത്തുകൂടി അവർ മകനെ ഉറക്കെ വിളിച്ചുകൊണ്ട് നടന്നുപോയി. ആഴങ്ങളിൽ കിടന്ന് പൊട്ടൻ ആ വിളിയുടെ മുടക്ക് ശ്രവിച്ചുവെങ്കിലും രാഗിണി കടവിടുന്നതുവരെ അനങ്ങാതെ കാത്തു. കുളി കഴിഞ്ഞ് ഇടവഴിയിലേക്ക് കയറിയ രാഗിണി നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ വീശുവലയുമായി വന്ന വേലുവുമായി കൂട്ടിയിടിക്കേണ്ടതായിരുന്നു. തിടുക്കത്തിൽ
തെല്ല് വെളിവാക്കപ്പെട്ട അവളുടെ മാറിലേക്ക് നോക്കി അയാൾ ഒരു വഷളൻ ചിരി ചിരിച്ചു. അവൾ വെറുപ്പോടെ മുഖം വെട്ടിച്ച് തിടുക്കത്തിൽ നടന്നു മാറി. കരിവീട്ടിയുടെ നിറമുള്ള വേലു പെട്ടെന്ന് ആരുടെയും കണ്ണിൽപ്പെടില്ല. എപ്പോഴും തോളിൽ കിടക്കുന്ന വല മുഷിഞ്ഞു പഴകി അയാളുടെ നിറം കൈവരിച്ചിരുന്നു. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് രാഗിണിയാണ് അയാളെ ആദ്യം വിളിച്ചത്. ആ വിളി ചുരുങ്ങിയപ്പോൾ ഇരുട്ടെന്നും ആത്മാവ് എന്നുമൊക്കെയായി പ്രസിദ്ധപ്പെട്ടു. അതിൻ്റെ പരിഭവം അവളോടുണ്ടെങ്കിലും നേർക്കുനേരെ കാണുമ്പോൾ വേലുവിന് അടിവയറ്റിൽ നിന്നും ഒരു കുളിര് കോരി വരും. ഒരിക്കൽ കൂടി അവളെ കാണാമെന്ന മുഖത്താൽ വേലു തിരിഞ്ഞു നോക്കുമ്പോൾ അലകൾ ഇലകുന്ന ചലനം കാഴ്ചവട്ടം നിറച്ചു. വേലു വലഞ്ഞുറഞ്ഞ് വിരിക്കാൻ ഭാഗത്തിൽ നിലയെടുത്ത് വീശാനായുമ്പോൾ ഓളങ്ങൾ ഇളക്കി പൊട്ടൻ പൊടുന്നനെ ഉയർന്നു വന്നു. ചൂട് പിഴിച്ച് വലയോടൊപ്പം ഇരുട്ടിൻ്റെ ആത്മാവ് നിലവിളിയോടെ വെള്ളത്തിലേക്ക് പതിച്ചു. പൊറ്റമേൽ പമ്പിയിരുന്ന പച്ചത്തവള അത് കണ്ട് ഉറക്കെ ചിരിച്ചു. ഇളകി പറഞ്ഞ ഓളങ്ങളിൽ തട്ടി ഈർപ്പമടങ്ങിയ ഒരു കാറ്റ് കിഴക്കോട്ട് പോയി റോസ്വില്ലിയുടെ മട്ടുപ്പാവിൽ അരുമയോടെ ചെന്നുമുട്ടി. എന്ത് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത് നോട്ടികൾ? ജൂലി മോളുടെ മുത്തച്ഛൻ അവളുടെ മുടിയിഴകളിൽ തലയൊടി. കോറൽ പെയിൻറ്റർ എന്ന ചിത്രരചനാ സംഗീതത്തിൽ അപ്പോൾ വരച്ചുകൊണ്ടിരുന്ന ചിത്രം അവൾ സ്ക്രീനിൽ കാട്ടി. ഭീമാകാരനായ ഹിപ്പോപ്പൊട്ടാമസ് ഒരു കൊച്ചു പെൺകുട്ടിയെ വിഴുങ്ങാനായി വായ് പിളർന്നു നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. അത് കണ്ടപ്പോൾ മുത്തച്ഛന് പക്ഷേ ചിരി വന്നില്ല. നിറങ്ങളുടെ അതിസാന്ദ്രമായ ലയനം. ആ ചിത്രത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ അന്തർലീനമായിരിക്കുന്ന കുഞ്ഞു മനസ്സിൻ്റെ വിചിത്ര കൽപ്പനകൾ ഓർത്ത് വ്യാകുലനായെങ്കിലും പുതിയ സാങ്കേതിക വിദ്യകൾ എന്തെല്ലാം മായാജാലങ്ങളാണ് കാട്ടുന്നതെന്നോർത്ത് അയാൾ അത്ഭുതം കൂറി. ശൂന്യതയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ബഹുവിധ വർണ്ണങ്ങൾ. നല്ലത് കുഞ്ഞെ, യു ആർ സോ എക്സലൻറ്റ്. ഗ്രാൻഡ് ഞാനൊന്ന് പുറത്തുപോയി ചുറ്റിയടിച്ചിട്ട് വരട്ടെ, ഇവിടെ ഇരുന്ന് ബോറടിച്ചു പ്ലീസ്. അയ്യോടി മോളെ, നീ ഒറ്റയ്ക്ക് പോകണ്ട, വഴിയൊന്നും നിനക്ക് നല്ലോണം അറിയത്തില്ലല്ലോ. ഗ്രാൻഡ് അത്ര ദൂരം നടക്കാനും വയ്യ. നല്ല ജോക്ക് തന്നെ. ന്യൂയോർക്കിൽ നിന്ന് തനിച്ച് ഇവിടം വരെ വരാമെങ്കിലാണോ ഗ്രാൻഡ്? അയാൾ ചിരിച്ചു. അവൾ ചിണുങ്ങിക്കൊണ്ട് മുഖം വെട്ടിച്ചു. ബ്രിഗേഡിയറായിരുന്ന ജൂലിയുടെ മുത്തച്ഛന് രാഷ്ട്രസേവനം അവശേഷിപ്പിച്ചത് മാംസത്തിൻ്റെ നിറമുള്ള ഒരു ജയ്പൂർ കാലാണ്. പേരക്കുട്ടിയുടെ പരിഭവം തീർക്കാൻ എന്താണൊരു വഴിയുള്ളതെന്ന് ആലോചിച്ച് അയാൾ അവളെ കൂട്ടി പൂമുഖത്തേക്ക് വന്നു. ആരെയെങ്കിലും അവൾക്കൊരു കൂട്ടിൽ ലഭിച്ചിരുന്നെങ്കിൽ ഒപ്പം പുറത്തേക്ക് വിടാമായിരുന്നു. അടുക്കളയിലും പുറത്തും ജോലിക്കാരുണ്ട്. അവരുടെ കൂടെ വിട്ടാൽ ശരിയാകില്ല. ചെറുപ്രായത്തിൽ അവൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് അറിയാതെ മുത്തച്ഛൻ്റെ കണ്ണു നിറഞ്ഞു. പപ്പയുടെ വീടും നാടും ജൂലിമോൾക്ക് എന്ന് സ്വപ്നമായിരുന്നു. മുൻപ് ഒരേയൊരു തവണയാണ് അവൾ വന്നിട്ടുള്ളതെങ്കിലും പച്ചപ്പാർന്ന ഒരുപാട് ജലഛായ ചിത്രങ്ങൾ അമ്പരചുംബികളുടെ നാട്ടിലിരുന്ന് അവൾ നിരന്തരം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മമ്മി വിട്ടുപോയതിനു ശേഷമാണ് അവളുടെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു പോയത്. മമ്മിയുടെ കൈത്തണ്ടയിൽ നിന്നും വാർന്നുപോയിരുന്ന ചുവന്ന ചായത്താൽ തൻ്റെ ബെഡ് മുങ്ങിപ്പോയിരിക്കുന്നതായി കണ്ട് അവൾ ഉറക്കത്തിൽ ഇപ്പോഴും ഞെട്ടിയുണരുന്നു. കോട്ടോപാക്സി എന്നായിരുന്നു ആ വീടിനെ അവൾ വിളിച്ചിരുന്നത്. മേഘങ്ങളാൽ സ്വയം മറച്ചുകൊണ്ട് ലാവയെ ഉള്ളിൽ വഹിക്കുന്ന ഒരു പർവ്വതം. എല്ലാം നിരന്തരം നീറിക്കൊണ്ടിരുന്നു. മമ്മി പോകുന്നതുവരെ എല്ലാം ഒരു തരത്തിൽ സഹിക്കാമായിരുന്നു. പുതിയ സാഹചര്യത്തിൽ പപ്പ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നതായുള്ള വിവരം അവൾ മനസ്സിലാക്കിയിരുന്നു. അതറിഞ്ഞപ്പോഴാണ് അവൾ നാട്ടിലേക്ക് പോരാൻ വാശി പിടിച്ചത്. മുത്തച്ഛനോടൊപ്പം നിൽക്കാനും നാട്ടിലെ സ്കൂളിൽ ചേരാനും അവൾ ആഗ്രഹിച്ചു. അവളുടെ പപ്പയ്ക്കും അത് സൗകര്യമായി തോന്നി. സന്തോഷപൂർവ്വം അയാൾ മകളെ യാത്രയാക്കി. വീണ്ടും ഒരു പൂക്കാലം കുതിച്ച് അയാൾ യുഗ്മഗാനങ്ങൾ കേൾക്കാൻ തുടങ്ങിയ സമയമായിരുന്നു അത്. എമ്പാടും പൂക്കൾ. ചെമ്പോട്ടിമരത്തിൽ നിന്ന് പൊഴിയുന്ന പൂക്കളുടെ നേർത്ത നാരുകളാൽ റോസ്വില്ലിയുടെ മുറ്റം ചന്തമേറിയ ഒരു പരവതാനി അണിഞ്ഞുകിടന്നു. ആ പരവതാനിയിൽ ഇളം പാദങ്ങൾ അമർത്തി നിന്നപ്പോൾ മരം ജൂലിമോളുടെ ശിരസിൽ പിങ്ക് നിറമുള്ള ഒരു തൊപ്പിയിട്ടു. അവൾ ഉറക്കെ കൈകൊട്ടി. നടവഴിയിലൂടെ ഈറൻ തുണികളുമായി മടങ്ങുന്ന രാഗിണിക്ക് കേൾക്കാൻ പാകത്തിൽ ആ ശബ്ദം വായുവിലൂടെ സഞ്ചരിച്ചു. കഴിഞ്ഞ വരവിൽ തന്നെ അവർ ചങ്ങാത്തത്തിലായതാണ്. നുണക്കുഴി തെളിയുന്ന രാഗിണിയുടെ മിനുപ്പേറിയ കവിളുകളും നീണ്ടു തിങ്ങിയ മുടിയും അവൾക്കിഷ്ടമായിരുന്നു. അതിനേക്കാളേറെ താളാത്മകമായി അവൾ പറഞ്ഞു തരുന്ന കഥകൾ കേട്ടിരുന്നാൽ കൊതി തീരില്ല. രാഗിണി ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് കയറി വന്നപ്പോൾ ജൂലിമോൾ അനുവാദത്തിനെന്നവണ്ണം മുത്തച്ഛനെ നോക്കി. തലകുലുക്കിക്കൊണ്ട് അയാൾ മൗനാനുമതി നൽകി. കൈ നിറയെ ചെമ്പോട്ടിപ്പൂക്കളുമായി പേരക്കുട്ടി രാഗിണിയോടൊപ്പം നടന്നു നീങ്ങുന്നത് നോക്കി നിന്നപ്പോൾ അതുവരെ ഓരോന്നോർത്ത് പതഞ്ഞുകൂടി ആകുലതകളെല്ലാം ബ്രിഗേഡിയറുടെ ഉള്ളിൽ നിന്ന് ഒരു നെടുവീർപ്പായി പുറത്തു വന്നു. റോസ്വില്ലിയുടെ അതിരിൽ നിന്നാൽ കാണാവുന്ന ഓടിട്ട ചെറുവീടായിരുന്നു രാഗിണിയുടേത്. അലക്കി തുണികൾ വിരിച്ച് അവൾ ഈറൻ മാറി വരുന്നതുവരെ ജൂലിമോൾ വാരികകൾ വെറുതെ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും അറിയില്ലായിരുന്നു. രാഗിണിയുടെ അച്ഛൻ കമ്പനിയിൽ പോയെന്നും അമ്മച്ചി കയർപിരിക്കളത്തിലാണെന്നും തപ്പിപ്പിടിച്ചുള്ള വായനയ്ക്കിടയിൽ അവൾ കേട്ടു.
ഒരു രസമുണ്ട് കേട്ടോ. മാവൂലിക്കാവിലെ മരപ്പൊത്തിൽ തത്തമ്മയും കുഞ്ഞുങ്ങളുമുണ്ട്. വാ കാട്ടിത്തരാം. വാതിൽ ചാരി അവർ പുറത്തേക്ക് നടന്നു. വശങ്ങളിൽ കടലാവണക്കുകൾ നിരയിട്ട് നിന്ന പുല്ലുപടർന്ന ചെമ്മൺപാതയിൽ പഴുത്ത ആഞ്ഞലിച്ചക്കകൾ വീണ് ചിതറിക്കിടന്നു. രാഗിണി ഒരു കടലാവണക്കിൻ തണ്ട് ഒടിച്ചെടുത്ത് കറയൂതി കുമിളുകളാക്കി വിട്ടു. ജൂലി അപ്പോൾ താൻ താമസിച്ചിരുന്ന നഗരത്തെക്കുറിച്ച് ഓർത്തു. ന്യൂയോർക്കിലെ തിരക്കേറിയ വീഥികളിൽ പറന്നു നടന്നിരുന്ന കടലാവണക്കിൻ കുമിളകളെ അവളപ്പോൾ കൈകൾ വീശി ഒന്നാകെ പൊട്ടിച്ചു കളഞ്ഞു. അവൾ സന്തോഷിച്ചു. പൊട്ടാതെ പാറി നടന്ന കുമിളുകൾക്കിടയിലേക്ക് പൊട്ടൻ നടന്നു വന്നു. നീല നിറത്തിലുള്ള വലിയ നിക്കറും തുളകൾ വീണ മുഷിഞ്ഞ ബനിയനും നനഞ്ഞു ദേഹത്തോടൊട്ടിക്കിടന്നു. അവനെ കണ്ടപ്പോൾ രാഗിണി നിന്നു. തെല്ല് സംശയത്തോടെ ജൂലിയും. വീട്ടിലേക്കല്ല അവൻ നടക്കുന്നതൊന്നും. കമ്പോളത്തിലോ മറ്റോ ചെന്നാൽ പക വീട്ടാൻ കാത്തു നിൽക്കുന്ന മാണിക്കൻ്റെ മുമ്പിൽ ചെന്ന് പെടുമല്ലോ എന്നോർത്തപ്പോൾ രാഗിണി ഒന്ന് പേടിച്ചു. എന്നാലും അവനെ തൊടാൻ അങ്ങനെയാരും ധൈര്യപ്പെടില്ലെന്ന് അവൾ സമാധാനിച്ചു. പൊട്ടൻ രണ്ടുപേരെയും ഗവനിച്ചില്ല. തടിച്ച ശരീരം കുലുക്കി കുലുക്കി അവൻ അവരെ കടന്ന് പോയി. ആ പോക്ക് കണ്ടപ്പോൾ ഇന്ന് തന്നെ ഈ ചിത്രം പകർത്തണമെന്ന് ജൂലി മോൾ ഉറപ്പിച്ചു. അതാരാണെന്ന് ജൂഞ്ഞിന് അറിയാമോ? നോ, എനിക്കറിയത്തില്ല. ആരാ? അതാണ് ഹിപ്പോപ്പൊട്ടാമസ്. കുപ്പിവിളകൾ കിലുങ്ങുന്നത് പോലെ രാഗിണി ചിരിച്ചു. ഓർക്കാപ്പുറത്ത് കേട്ട ആ വാക്കിൻ്റെ കമ്പനത്താൽ ജൂലി മോൾ സ്തബ്ധയായി. സ്വപ്നങ്ങളിൽ എപ്പോഴും അസ്വസ്ഥതകൾ നിറച്ചിരുന്ന നീർക്കുതിര മനക്കണ്ണിൽ തെളിഞ്ഞു. ചുണ്ടിലപ്പോൾ ഗെയിലയുടെ പോപ്പ് ഗാനം വന്ന് തത്തിക്കളിച്ചു. ഐ വോണ്ട് എ ഹിപ്പോപ്പൊട്ടാമസ് ഫോർ ക്രിസ്മസ്. ഒൺലി എ ഹിപ്പോപ്പൊട്ടാമസ് വിൽ ഡു. അത്ഭുതത്തോടെയും അതിരറ്റ ആഹ്ലാദത്തോടെയും രാഗിണി ആ പാട്ട് കേട്ട് നിന്നു. ഹൂ ഈസ് ദാറ്റ് ഹിപ്പോപ്പൊട്ടാമസ്? പാട്ട് നിർത്തി ജൂലി മോൾ ചോദിച്ചു. അത് ഒരു പാവമാണ്. ആർക്കും അയാളെ കണ്ടുകൂടാ. വെള്ളിത്തിളക്കവുമായി അപ്പൂപ്പൻ താടികൾ പറന്നു നടക്കുമ്പോൾ രാഗിണി ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങി. കാതുകൾ കൂർപ്പിച്ച് ശ്രദ്ധാപൂർവം ജൂലി മോൾ ആ കഥ കേട്ടു. കഥ തുടങ്ങുമ്പോൾ സാലമ്മ എന്ന യുവതി ട്രപ്പീസ് ആടുകയായിരുന്നു. ഊഞ്ഞാലുകളിൽ നിന്ന് ഊഞ്ഞാലുകളിലേക്ക് വായുവിലൂടെ അവൾ പറന്നുകൊണ്ടിരുന്നു. ആ മെയ്വഴക്കങ്ങളിൽ കണ്ണുനട്ട് വെളിനാട്ടുകാരനായ ഒരു മൃഗപരിശീലകൻ റിങ്ങിന് പുറത്തും ഉഷ്ണമറിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. മൃഗചർമ്മങ്ങളിൽ മായാത്ത വരകൾ തീർക്കുന്ന ആയുധം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ഒരിക്കൽ അയാൾ സാലമ്മയെ തൊട്ടു. ആ സ്പർശനത്തിൽ അവളുടെ ഹൃദയം ഇടറി. ഏറ്റവും ഒടുവിലാണ് സാലമ്മ ആ ചാട്ടവാർ കണ്ടത്. ഉള്ളിലെ കുരുപ്പുമായി അവൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ആരോരും അറിയാതെ, എന്നാൽ എല്ലാവരാലും അറിഞ്ഞ് അവൾ ഒരു ഗ്രാമത്തിൽ വന്ന് പാർത്തു. ശരീരം കൊണ്ട് മാത്രം വളർന്ന് പാപത്തിൻ്റെ സന്താനം ഒരു വലിയ ഹിപ്പോപ്പൊട്ടാമസായി മാറി. വെള്ളത്തിൽ കിടന്ന് രക്തം നിറം മാറുന്ന ആ അസുരവിത്തിൻ്റെ ശരീരത്തെയും ചലനങ്ങളെയും എല്ലാവരും വെറുത്തു. അവൻ തിരിച്ചു. അമ്മയ്ക്ക് മകനും മകന് അമ്മയും മാത്രമായി കഴിയുമ്പോഴും ഒരാൾ മാത്രം അവനെ സ്നേഹിച്ചു. ആരാണത്? ജൂലി മോൾ ചോദിച്ചു. കഥയിൽ ചോദ്യമില്ല കുഞ്ഞെ, രാഗിണി പൊട്ടിച്ചിരിച്ചു. കേട്ട കാര്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കാനായില്ലെങ്കിലും ചോദ്യങ്ങളൊന്നും അവൾ പിന്നെ ചോദിച്ചില്ല. വിക്കിപീഡിയ വിജ്ഞാനങ്ങൾക്കപ്പുറം അവൾക്ക് ഹിപ്പോപ്പൊട്ടാമസുകളെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. ഹിപ്പോകൾ ആരെ സ്നേഹിക്കില്ല? ദേ ആർ നോട്ട് സോഷ്യലി ബോണ്ടഡ്. അമ്മയും കുഞ്ഞും തമ്മിൽ മാത്രമേ എന്തെങ്കിലും റിലേഷനുള്ളൂ. എല്ലാ ഹിപ്പോകളും അങ്ങനെയാണ്. ഏയ്, അത് ചുമ്മാതെയാ. അനിക്കുട്ടൻ മാഷ് പറഞ്ഞത് അവ ശരിക്കും ഇണങ്ങുന്ന കൂട്ടമാണെന്നാണല്ലോ. അതുകൊണ്ടല്ലേ സർക്കസിലൊക്കെ ഉള്ളത്. രാഗിണിയുടെ അഭിപ്രായത്തിന് ജൂലി മോൾ ഒന്നും മറുപടി പറഞ്ഞില്ല. ആരാണ് ഈ അനിക്കുട്ടൻ മാഷെന്ന് ചോദിച്ചുമില്ല. അവൾ വെറുതെ ചിരിച്ചു. ആ മൗനം രാഗിണിയുടെ മനസ്സിലുള്ള സംശയങ്ങളെ വല്ലാതെ പെരുക്കി. അല്ല, ഇതൊക്കെ കുഞ്ഞിനെങ്ങനെ അറിയാം? എല്ലാം നല്ലോണം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എനിക്കറിയാം. ബിക്കോസ് മൈ പപ്പ ഈസ് എ ഹിപ്പോപ്പൊട്ടാമസ്. ചുണ്ട് കുറച്ചതിനോടൊപ്പം ജൂലിയുടെ സ്വരവും ഇടറി. കണ്ണുകളിൽ പെട്ടെന്നൊരു മേഘക്കാർ വന്ന് തുള്ളി വെച്ചു. അവൾ മമ്മിയെ ഓർത്തു. മമ്മിയായിരുന്നു ഹിപ്പോകളെക്കുറിച്ച് അവൾക്ക് ആദ്യമായി പറഞ്ഞു കൊടുത്തത്. രാഗിണിയാകെ വല്ലാതായി. അവൾ ചിലതെല്ലാം ഊഹിച്ചു. തണുപ്പുള്ള കൈവിരലുകളാൽ അവൾ സ്നേഹിതയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അത്രമാത്രം സാന്ത്വനം ജൂലി മോൾക്ക് ഇന്നേ വരെ ആരിൽ നിന്ന് ലഭിച്ചിട്ടില്ലായിരുന്നു. നനവിനിടയിലൂടെ ജൂലി മോൾ പാടുപെട്ട് ചിരിച്ചു. കാറ്റിനോടൊപ്പം വിരലുകൾ കോർത്ത് രണ്ടുപേരും മാവൂലിക്കാവ് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. കൂവളവും കാഞ്ഞിരവും മറ്റനേകം പേരറിയാ മരങ്ങളും ഇടതിങ്ങിയ കാവിനുള്ളിൽ ചൂരൽ വള്ളികൾ പിണഞ്ഞു പടഞ്ഞു കിടന്നു. അകത്തേക്കുള്ള വഴിത്താരയിൽ നിറയെ കുന്നിക്കുരുക്കളുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അവർക്കപ്പോൾ അത് പെറുക്കി വെക്കണമെന്ന് തോന്നിയില്ല. വൻമരങ്ങളിൽ തലകീഴായി കിടക്കുന്ന വാവലുകൾ, പച്ചപ്പാട വിരിച്ച കുളം. എവിടെ തത്തമ്മയും കുഞ്ഞുങ്ങളും? ജൂലി മോൾക്ക് അവരെ കാണാൻ ധൃതിയായിരുന്നു. രാഗിണി മരപ്പത്ത് കാട്ടിക്കൊടുത്തു. അതിൽ ആരും ഉണ്ടായിരുന്നില്ല.
പറക്കം പറ്റിയ കുഞ്ഞുങ്ങളുമായി കൂടുപേക്ഷിച്ച് അവൾ എവിടേക്കോ പറന്നു പോയിരിക്കണം. രണ്ടുപേർക്കും നിരാശ തോന്നി. കാവിനുള്ളിൽ എന്തോ നിഴലനക്കങ്ങൾ കണ്ടതുപോലെ തോന്നിയപ്പോൾ ഇരുവരും ഭയന്നു. അവർ തിടുക്കപ്പെട്ട് പുറത്തു കിടന്നു. പിന്നീട് എങ്ങോട്ടെങ്കിലും പോകാൻ അവർക്ക് മനസ്സ് തോന്നിയില്ല. ജൂലി മോളെ റോസ്വില്ലയിൽ കൊണ്ടുചെന്നാക്കിയിട്ട് രാഗിണി വീട്ടിലേക്ക് തിരിച്ചു. അകാരണമായ ആകുലതകൾ അവളുടെ മനസ്സിനെ മതിച്ചിരുന്നു. വാരികകൾ മറിച്ചു നോക്കി നേരം കളഞ്ഞു. ഏറെക്കുറെ ജൂലി മോളും അതേ മാനസികാവസ്ഥയിലായിരുന്നു. രാത്രിയിൽ കുറച്ചു നേരം വരയ്ക്കണമെന്നൊക്കെ അവൾ വിചാരിച്ചിരുന്നതാണ്. സിസ്റ്റം അല്പനേരം തുറന്നു വെച്ചിരുന്നപ്പോൾ തന്നെ കിടക്കണമെന്ന് തോന്നി. ആ രാത്രിയിൽ പരസ്പരം അധികം അകലെയല്ലാതെ 2 മേൽക്കൂരകൾക്ക് താഴെ രാഗിണിയും ജൂലിമോളും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നിദ്രയ്ക്കായി അവർ പ്രാർത്ഥിച്ചു. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടു. നിറങ്ങളുടെ പുതിയ പാറ്റേൺ കണ്ടെത്തി ജൂലിമോൾ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ രൂപകൽപ്പന ചെയ്യുകയായിരുന്നു. നീല നിക്കറും വെള്ള ബനിയനും ഇട്ട ഒരു ഹിപ്പോപ്പൊട്ടാമസ്. വരച്ചു തീർന്നപ്പോൾ അതിന് പപ്പയുടെ മുഖം കൈവന്നിരിക്കുന്നതായി തോന്നി. ദേഷ്യത്താൽ മൗസ് കറുപ്പിൽ മുക്കി അവൾ സ്ക്രീനിൽ തലങ്ങും വിലങ്ങും വരച്ചു. അവൾക്ക് കരച്ചിൽ വന്നു. ഉറക്കത്തിലുള്ള ഏങ്ങലടി കേട്ട് മുത്തച്ഛൻ വന്ന് പേരക്കുട്ടിയെ തന്നോട് ചേർത്ത് കിടത്തി. അവളുടെ കണ്ണീര് വീണ് അയാളുടെ നെഞ്ചകം പൊള്ളി. ഒരു വേദന തോന്നിയപ്പോൾ ബ്രിഗേഡിയർ കൈനീട്ടി ജഗ്ഗിലെ വെള്ളമെടുക്കാൻ തുനിഞ്ഞു. അധികം അകലെയല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടോ അയാൾക്കതിന് കഴിഞ്ഞില്ല. രാഗിണി കാവിനുള്ളിലായിരുന്നു. തത്തമ്മ കൂടുകൂട്ടിയ മരത്തിന് താഴെയുള്ള ചൂരൽ പൊന്തയ്ക്കെതിരിൽ പൊട്ടൻ മലർന്നു കിടക്കുന്നു. അയാളുടെ നെഞ്ചിൽ ഒരു കഠാര പിടിയോളം താഴ്ന്നിരിക്കുന്നു. നിറയെ ചോര. കാവിനുള്ളിൽ നിഴലുകൾ തെന്നി നീങ്ങുന്നു. ഒരു നിലവിളിയോടെ അവൾ ഞെട്ടിയുണർന്ന് തഴപ്പായിലിരുന്ന് കിതച്ചു. എത്ര തടുത്തിട്ടും കണ്ണുനീരൊഴുകി. നേരം പുലരാൻ അല്പസമയമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വെളിച്ചം പുറപ്പെട്ടു വരുന്ന നേരത്ത് ഇരുട്ടുവേലു വിഷുവല വിടർത്തിയെറിഞ്ഞു. വല വെള്ളത്തിലേക്ക് ചിതറി വീഴുന്ന ഒച്ച കേട്ട് ഒഴുകി നടന്ന ഉതലങ്ങകൾ അപ്രത്യക്ഷമാകുന്നതിന് സാക്ഷിയായ പച്ചത്തവള ഭീതിയോടെ പരിങ്ങി. എത്ര വലിച്ചിട്ടും വല പൊന്തി വരാതെ ആ പുലരിത്തണുപ്പിലും ഇരുട്ടിൻ്റെ ആത്മാവ് വിയർക്കാൻ തുടങ്ങി. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മകനെ കാത്തിരുന്ന സാലമ്മ ഏകദേശം അതേ സമയത്ത് തന്നെ പെയിൻറ്റർ പാലറ്റിൽ നിന്നും നിറങ്ങൾ ഭൂമിയിലേക്ക് വീണ് 4 പാടും പടർന്നൊഴുകാൻ തുടങ്ങി.